PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വാർത്ത ആദ്യം റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. TV പ്രസാദ്, PS പ്രശാന്തിന്റെ കാലം എന്ന് പറയുന്നത് ഈ 2019 ഈ ദ്വാരപാലക ശില്പപാളികൾ മോഷ്ടിക്കപ്പെട്ട കാലം കഴിഞ്ഞ് 4 വർഷത്തിനു ശേഷമാണ് PS പ്രശാന്ത് ചുമതലയേൽക്കുന്നത്. അതിനുശേഷം 2025 ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയതിൽ അതിൽ ചട്ടം പാലിച്ചില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആക്ഷേപം. അത് കോടതി തന്നെ കണ്ടെത്തിയതാണ്. അന്ന് കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അറിയിക്കാതെയാണ്, പ്രത്യേക അഭിഭാഷകനെ അറിയിക്കാതെയാണ് ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയത്. പിന്നീട് ഇത് രേഖാമൂലം അറിയിക്കുകയും അത് മാപ്പപേക്ഷയെ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. 3 തവണ ചോദ്യം ചെയ്തിട്ടും അപ്പോഴൊന്നും പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തില്ല. പക്ഷേ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അതും അനുബന്ധ കുറ്റപത്രം കൂടി ചേർത്തുകൊണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് TV പ്രസാദ്? അരുൺ, ഗുരുതരമായ ഒരു നീക്കം, പെട്ടെന്നുള്ള ഒരു പ്രത്യേക നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് പറയേണ്ടി വരും അരുൺ. കാരണം നമുക്കറിയാവുന്നതുപോലെ 2019 ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിലും സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശിയത്. ആ സ്വർണം പൂശിയതിനു ശേഷം 6 വർഷങ്ങൾക്കിപ്പുറം ആ സ്വർണം മങ്ങിയ സമയത്ത് അത് സന്നിധാനം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു, ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നതാണ് ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ അയ്യപ്പന്റെ ഇത്തരം സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയിക്കൂടാ എന്ന ചട്ടം നിലനിൽക്കുന്നുണ്ട്. വെറും 6 വർഷത്തിനിപ്പുറം സ്വർണത്തിൽ പൊതിഞ്ഞ ഒരെണ്ണം കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായും അതിൽ ദുരൂഹത സംശയിക്കാവുന്നതാണ്. നേരത്തെയും പ്രശാന്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണവും അതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷേ അന്ന് ചോദ്യം ചെയ്ത സമയത്ത് കൃത്യമായ തെളിവിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അതിൽ നൽകിയ വിശദീകരണം. പക്ഷെ ഇപ്പോൾ അരുണിപ്പോൾ പറഞ്ഞതുപോലെ കുറ്റപത്രം കൊടുക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പറയുന്ന 2025 സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയതും ചില കള്ളങ്ങൾ മറച്ചുവെക്കാനാണ് എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ 2025 ഭരണസമിതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പുറത്തേക്ക് വന്നത് എന്ന് എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പ്രശാന്തും ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശബരിമല കൊള്ളയിൽ കസ്റ്റഡിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അരുൺ. അല്പസമയത്തിനകം തന്നെ പ്രശാന്തിനെ ഇവിടെ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത്. അല്പസമയത്തിനുള്ളിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടത്തിയിരുന്നു എന്ന വിവരം നമുക്ക് ലഭ്യമായിരുന്നു. അതിന്റെ തയ്യാറെടുപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു നീക്കമാണ്. വേണമെങ്കിൽ ഇതിൽ രാഷ്ട്രീയമായ ഒരു ആരോപണം കൂടി വരാനുള്ള സാധ്യതയുണ്ട് അരുൺ. കാരണം സർക്കാർ മാറിയതിന് പിന്നാലെ PS പ്രശാന്ത് കസ്റ്റഡിയിലേക്ക് വരുന്നു എന്നുള്ളത് രാഷ്ട്രീയ നീക്കമാണ് എന്നൊരുപക്ഷെ CPIM ആരോപിച്ചേക്കാം. പക്ഷേ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയായതുകൊണ്ട് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന മാത്രമല്ല PS പ്രശാന്ത് ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ആശങ്കയിലും അത് തന്നെയാണ് പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കം എന്നാണ് PS പ്രശാന്ത് അറസ്റ്റിന് തൊട്ടുമുമ്പ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല നേരത്തെയും PS പ്രശാന്ത് പറയുന്നുണ്ടായിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് PS പ്രശാന്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റ് എന്ന നിലപാട് CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. പത്മകുമാറിന്റെ വിഷയത്തിൽ പത്മകുമാറായിരുന്നു ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അന്നത്തെ സ്വർണ്ണക്കൊള്ളയുമായി PS പ്രശാന്തിന് നേരിട്ട് ബന്ധമില്ല. പക്ഷേ 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് 2019 തട്ടിപ്പ് മറയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ? അതാണ് ഇനി തെളിയിക്കപ്പെടേണ്ടത്. പക്ഷേ TV പ്രസാദ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മൊഴി കൊടുത്തയാളാണ് PS പ്രശാന്ത്, തന്ത്രിക്കെതിരെ മൊഴി കൊടുത്ത ആളാണ് PS പ്രശാന്ത്. അവിടെയുള്ള മറ്റുള്ള ജീവനക്കാർക്കെതിരെയും ഞാൻ മനസ്സിലാക്കുന്നത് ഈവൻ നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ഭാരവാഹികൾക്കെതിരെ പോലും PS പ്രശാന്ത് മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി മൊഴികൾ ഒരുമിച്ചെടുത്ത് പോലീസ് കുറ്റപത്രത്തിൽ ചേർക്കുക എന്നുള്ളതാണ്. മാത്രമല്ല തിരികെ കൊണ്ടുവന്ന ദ്വാരപാലക ശില്പപാളിയിൽ 2025 സ്വർണം കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് PS പ്രശാന്ത് പറയുന്നു. പക്ഷേ ഈ ഗൂഢാലോചന തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചാൽ മാത്രമേ PS പ്രശാന്തിന്റെ പങ്ക് തെളിയിക്കാൻ കഴിയൂ. അങ്ങനെ തന്നെയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നോ തന്ത്രിയുടെ കയ്യിൽ നിന്നോ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിൽ നിന്നോ ഈ 2025 ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പണം വാങ്ങിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നിലവിൽ അതിന്റെ ഒരു രേഖയും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല. അതല്ലേ വസ്തുത TV പ്രസാദ്?
അത് തന്നെയാണ് അരുൺ. പക്ഷേ ഇതിലൊരു ഗുരുതരമായ പ്രശ്നമുള്ളത് 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെയും കട്ടിളപ്പടിയെയും എന്തിനാണ് ആരോരും അറിയാതെ അതീവ രഹസ്യമായി പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അറിവോടുകൂടി അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും കൊണ്ടുപോയി എന്നുള്ളതാണ് അരുൺ. അതിൽ നമുക്കറിയാവുന്ന വിവരം ഈ 6 വർഷം കൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ വ്യാജ സ്വർണം ഉപയോഗിച്ചുള്ള സ്വർണം പൊതിഞ്ഞ സ്വർണം ആ വ്യാജ സ്വർണം ഉപയോഗിച്ച് പൂശിക്കൊണ്ടുവരികയാണ് 2019 ചെയ്തത്. അത് അവിടെ നിന്ന് വെറും 6 വർഷത്തിനിപ്പുറം ആ സ്വർണം മങ്ങിത്തുടങ്ങിയിരുന്നു അരുൺ. അതായത് നേരത്തെ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി വളരെ നേർത്ത പാടയായി എന്ന് വിജിലൻസും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും പറയുന്ന നേർത്ത പാടയായി പൂശിക്കൊണ്ടുവന്നത് അതിന്റെ സ്വർണത്തിന്റെ നിറം മാറിക്കഴിഞ്ഞതോടുകൂടി ഒരുപക്ഷെ അത് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ PS പ്രശാന്ത് പങ്കെടുത്തിരുന്നു എന്ന സംശയത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. അതിന്റെ ഭാഗമായി തെളിവുകൾ കിട്ടിയത് കൊണ്ടായിരിക്കണം ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഇനിയിപ്പോൾ ആ കോടതിയിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയും എന്നാണ് കരുതുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായൊരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടത്തിയിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. അതൊരു വൻതോക്ക് വമ്പൻ സ്രാവ് എന്ന് തന്നെ പറയേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുകാരനായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട PS പ്രശാന്ത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ PS പ്രശാന്ത്, ആ PS പ്രശാന്തിത ജയകുമാറിന് തൊട്ടു മുമ്പുള്ള PS പ്രശാന്തിത കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞാനൊന്ന് റോഷിപ്പാലിലേക്ക് കൂടി പോയി വരാം. TV പ്രസാദ്